സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഇതുണ്ട്, ദി സയൻസ് ആൻഡ് ആർട്ട് ഓഫ് ബീയിങ് എ വുമൺ. സ്ത്രീത്വത്തിൽ അതിൻ്റേതായിട്ടുള്ളൊരു സയൻസ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ളൊരു കലയുമുണ്ട്. അത് രണ്ടും കൂടി ഇണക്കാനായിട്ട് സ്ത്രീകൾ നോക്കണം. സ്ത്രീകൾക്കിപ്പോൾ എന്തെന്നില്ലാത്തതായിട്ടുള്ള മാനസിക വിഷമങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുക. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അവളുടെ ശക്തി അവൾ തന്നെ അറിയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ ദി സയൻസ് ഓഫ് ബീയിങ് എ വുമൺ. എന്തുകൊണ്ടാണ് സ്ത്രീ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ, അവളൊരു അദ്വൈത സ്വരൂപിണിയാണ്. അവളിൽ കൂടിയാണ് വിവേകാനന്ദ സ്വാമി എപ്പോഴും പറയും, അദ്വൈത മസ്റ്റ് ബിക്കം പോയറ്റിക് ആൻഡ് പ്രാക്ടിക്കൽ ഇൻ ലൈഫ് എന്ന്. അതിപ്പോൾ പുരുഷന്മാർ അദ്വൈതത്തിനെ പറ്റി പഠിച്ചാൽ അവർക്ക് തീസിസ് എഴുതാം, പ്രസംഗിക്കാം ഒക്കെ കഴിയും. അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിക്കില്ല. സ്ത്രീ അങ്ങനെയല്ല. സ്ത്രീക്ക് അവൾക്ക് പഠിക്കുകയൊന്നും വേണ്ട. അവൾ ഭാര്യയായി അമ്മയാവുമ്പോൾ അദ്വൈതം അവളിൽ വികസിച്ച് തുടങ്ങി. അദ്വൈതം എന്ന് പറയുമ്പോൾ ഏകാത്മഭാവം. അവളുടെ ഉള്ളിലിരിക്കുന്ന ആ ജീവൻ വളരുന്നതോടുകൂടി അതുമായിട്ടുള്ള ഏകാത്മബന്ധം വരികയാണല്ലോ. ആ ബന്ധമാണ് അവളെ ഒരു അദ്വൈത സ്വരൂപിണിയായിട്ടും. എന്തുകൊണ്ട് ഒരമ്മയ്ക്ക് പ്രത്യേകത? അദ്വൈതമുള്ളിടത്താണ് സ്നേഹം പരിപൂർണതയിലെത്തുന്നത്. ഒരു മകൻ അമ്മയോടുള്ള സ്നേഹത്തിന് കാരണം താനും മകനും ഒന്നായി തന്നെയാണ് അവൾ കാണുന്നത്. അദ്വൈതത്തിൻ മഹാതത്വം ആദ്യം ബോധിച്ചതമ്മയാം. അമ്മയിൽ കൂടിയാണ് അദ്വൈതം. അപ്പോൾ അമ്മയിൽ കൂടി ഈ സ്നേഹമായിട്ട് വരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ട് ആ സ്നേഹം തന്നെ പകർന്നു കൊടുക്കുന്നു. എന്തായിട്ട്? വാത്സല്യമായിട്ട്, കരുണയായിട്ട്, സേവനമായിട്ട്, ത്യാഗമായിട്ട്. എന്തൊക്കെയാണ് അമ്മയിൽ കൂടി അദ്വൈതഭാവം വരുന്നത് നോക്കിക്കോളൂ. അതിനുശേഷം അവൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നതും നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളെ തുറന്നു കൊടുക്കുന്നത് ആരാ? അമ്മയുടെ വാസന, അമ്മ കൊടുക്കുന്ന ചോറ്, അമ്മയുടെ പാലിൻ്റെ സ്വാദ് അല്ലേ? അമ്മ പാട്ട് പാടുന്നതിൻ്റെത്, അമ്മയെ കണ്ടിട്ടില്ല, അമ്മയുടെ രൂപം കണ്ടിട്ടില്ല. അങ്ങനെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങളെ തുറന്നു കൊടുക്കുന്നത് അമ്മയാണ്. അതുകൊണ്ട് അമ്മമാർ വിചാരിച്ചപ്പോൾ മക്കളെല്ലാം അമ്മമാരെ ഉപേക്ഷിച്ച് അവിടെ പോകണു ഇവിടെ പോകണു. എന്താ കാരണം? ഇത് ശരിയായ വിധത്തിൽ ആ സ്നേഹത്തിനെ അവർ പകർന്നു കൊടുത്തിട്ടില്ല. എവിടെയെങ്കിലും സ്വാർത്ഥഭാവം കലർത്തുകയാണ്. സ്വാർത്ഥഭാവം വന്നാൽ പോയി, അതെല്ലാത്തിനെയും നശിപ്പിക്കുന്നതാണ് സ്വാർത്ഥ ചിന്തകൾ. ഇപ്പം എൻ്റെ അമ്മയൊക്കെ ഞങ്ങളെയൊക്കെ ഈ സ്ഥിതിക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ കന്യാകുമാരിയിലേക്ക് പോകുന്നു, ഇത്ര വലിയ ഉദ്യോഗം വിട്ട് സ്ഥാനമാനാദികൾ വെടിഞ്ഞ് ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു സംശയവുമില്ലാതെ, അതാണ് മകളെ നിൻ്റെ അനുഗ്രഹം എന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ആവട്ടെ. ഞാൻ വിവേകാനന്ദ ഭാരത പരിക്രമയിൽ തൃശ്ശൂരിൽ വലിയ പ്രൊസഷനിൽ വന്നപ്പോൾ അമ്മ കാണാൻ വന്നിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ കൂടെ തന്നെ താമസിച്ചിരുന്നു. അന്ന് എൻ്റെ അമ്മ പറയും, നിന്നെ പ്രസവിച്ച അമ്മ ധന്യയായി മകളെ എന്ന്. അതേമാതിരി നമ്മൾ പറയണം നമ്മുടെ അമ്മമാരെ കൊണ്ട്. എപ്പോഴും ഞാൻ ഉദ്ധരിക്കുന്ന ഒരു ഇതാണ് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ, ശ്രീമാതാ ശ്രീ മഹാരാജി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യതാണ്. ഭാരതത്തിൽ പിറന്ന സ്ത്രീകളെല്ലാം ദേവകാര്യം ചെയ്യാൻ വന്നേക്കണവരാ. ഈ സംസ്കാരത്തിനെ നിലനിർത്തി വന്നേക്കണത് ആരാ? ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കണ്ടേ? അതാര് ചെയ്യും? ഗുരുശിഷ്യബന്ധം. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ പറയണേ? ആദ്യം മാതൃദേവോഭവ, പിന്നെ അമ്മയുടെ ഡ്യൂട്ടിയാണത്. ഈ പഠിച്ചതിനെ കുട്ടികളുടെ മനസ്സിൽ ഉറപ്പിച്ച് അവരുടെ സ്വഭാവമാക്കി മാറ്റി, അവരുടെ പെരുമാറ്റച്ചട്ടമാക്കി മാറ്റി, അവരുടെ സൊസൈറ്റികളിലെ കടമകളാക്കി മാറ്റി അവരെ ഉന്നത നിലയിലേക്ക് മാൻ വിത്ത് ക്യാപിറ്റൽ എം ആക്കി കൊണ്ടുവരേണ്ട ഇത് അമ്മമാരുടെ പിന്നിലുള്ളതാണ്. അതിന് യാതൊരു സംശയമില്ല. അത് അമ്മമാർ ചെയ്യാത്തതുകൊണ്ടാണ് കുട്ടികൾ ശമ്പളത്തിന് മാത്രമായിട്ട് സിലിക്കൺ വാലിയിലേക്കും മറ്റോടത്തേക്കും മറ്റൊക്കെ ഓടിപ്പോണതേ. കേരളം തന്നെ വൃദ്ധാശ്രമമായി മാറിക്കൊണ്ടിരിക്കുന്നു. മിനിയാന്ന് ഞങ്ങളുടെ തിരുവനന്തപുരത്തുണ്ടായ ഇതിൽ അശ്വതി തിരുനാൾ തമ്പുരാട്ടിയാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അവരുടെ പ്രസംഗമാണ് ഇതായിരുന്നു, എൻ്റെ കൊച്ചുമക്കളെ നിങ്ങളൊക്കെ ഇങ്ങനെ ഓടിപ്പൊക്കോളൂ, പഠിച്ചോളൂ, തിരിച്ചു വരൂ. ഇല്ലെങ്കിൽ കേരളം ഇപ്പോൾ എന്തായി? വൃദ്ധാശ്രമം. എത്ര വീടുകളല്ലേ, ഫ്ലാറ്റ്സ് ആഫ്റ്റർ ഫ്ലാറ്റ്സ് ലോക്ക്ഡപ്പായി കിടക്കുകയല്ലേ, ആരും ഇല്ല അതിൽ. ഉണ്ടെങ്കിൽ തന്നെ ഒരു വയസ്സായ അമ്മയുണ്ടാവും, ഒരു പണം അയച്ചു കൊടുക്കുന്നുണ്ടാവും, അതുകൊണ്ടൊരു ബൈസ്റ്റാൻഡർ എന്താ പറയുക, ഹോം നേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് അയ്യോ ഭക്ഷണം കിട്ടിയോണ്ട് ആയില്ലല്ലോ. കാണുന്നില്ലേ നമ്മൾ എല്ലാ തരത്തിലുള്ള ചാനലിലും മറ്റിടത്തും ഒക്കെ കാണുന്ന കഥകളല്ലേ ഇത്? ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? എവിടെയോ ഒരു വാല്യൂ റിഡക്ഷൻ വന്നിട്ടുണ്ടല്ലേ. അതിനെ നിലനിർത്താൻ ആരെ കൊണ്ടാണ് സാധിക്കുക? സ്ത്രീകൾ. പക്ഷെ ജോലി എടുത്തോട്ടെ, അതിലല്ല. പക്ഷെ മനസ്സ് മാറരുത്.
ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാം, സമയമൊക്കെ ഉപയോഗിക്കണം. പക്ഷേ മനസ്സ് അത് ആ സത്യധർമ്മത്തിൽ ഉറച്ചു നിൽക്കണം. അതുകൊണ്ടാണ് രംഗനാഥാൻജി എന്നോട് പറഞ്ഞത്, നീ വർക്ക് ചെയ്തോളൂ, പക്ഷേ ബി എ ലിവിങ് ടിഷ്യൂ. കർമ്മയോഗിയായിട്ട് നീ വർക്ക് ചെയ്തോളൂ, നിന്നെ കണ്ട് പഠിക്കട്ടെ. ഇത്രയും വലിയ എമർജൻസി നടന്നപ്പോഴും IARAയിൽ കൃത്യം 9 മണിക്കാണ് ഞങ്ങൾക്ക് അവിടെ എത്തേണ്ടത്. ഞാൻ മാത്രമേ എത്തിയിരുന്നുള്ളൂ. സമയനിഷ്ഠ, കർത്തവ്യനിഷ്ഠ ഒക്കെ പാലിക്കാൻ അറിയേണ്ട ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെ ആ വാല്യൂ റിഡക്ഷൻ വന്നതിനെ നമുക്ക് വീണ്ടും വാല്യൂസിന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിൽ സ്ത്രീകൾ ഒരു പങ്ക് വഹിച്ചേ പറ്റൂ.